സ്വന്തം റീച്ചിന് വേണ്ടി, ലൈക്കിന് വേണ്ടി ഒരു ചെറുപ്പക്കാരനെ നീ കൊലക്ക് കൊടുത്തില്ലടി മകളെ. സാധാരണക്കാരന്റെ പ്രതികരണമാണിത്. റീച്ചിനും വ്യൂവേഴ്സിനും ലൈക്കിനും വേണ്ടി ഒരു പാവപ്പെട്ടവനെ കൊലക്ക് കൊടുത്തില്ലേ പെണ്ണെ എന്നാ ചോദിക്കുന്നത്. എത്ര ശരിയല്ലേ? ഞാനിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോകുന്നില്ല. തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് കോടതി തീരുമാനിക്കട്ടെ. എന്തായാലും പാവപ്പെട്ടവൻ ആത്മഹത്യ ചെയ്തു. അമ്മയ്ക്കും അച്ഛനും തീരെ നഷ്ടം തന്നെയാണ്. അതിന് വേറെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ചെയ്യുമ്പോൾ പെണ്ണെ, നീ ഒന്ന് പ്രതികരിക്കാമായിരുന്നു. നിനക്ക് അയാളുടെ നിലയിൽ ചോദിക്കാമായിരുന്നു. എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളോട് ചോദിക്കാമായിരുന്നു. അതുമല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി നിങ്ങളത് പ്രചരിപ്പിച്ചു. അയാൾക്ക് എത്രത്തോളം അപമാനം സഹിക്കാൻ വയ്യാതെയായിരിക്കും അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടാവാൻ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവാനും അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇത് കാണുന്ന ആളുകൾ എന്തെങ്കിലും ശ്രദ്ധിക്കണേ. എന്തെങ്കിലും കണ്ടിട്ട് സ്പോട്ടിന് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക, അതിന് കമൻറ്റിലേക്കും മേടിക്കുക, ഷെയർ മേടിക്കുക. അത് ചെയ്യരുതേ. ആത്മവിമാനമുള്ള ഏതൊരു മനുഷ്യനും താങ്ങാൻ പറ്റൂല ഇത്തരം കാര്യങ്ങളിൽ. അതുകൊണ്ട് ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കുട്ടി ദുബൈയിലേക്ക് കടന്നു നടന്നൊരു സൂചന കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദുബൈയിലെ മലയാളികൾ ആരൊക്കെ ഉണ്ടെങ്കിലും ഈ കുട്ടി കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ വഴിയിൽ എത്തിക്കണം. അത് മസ്റ്റാണ്. കാരണം നഷ്ടപ്പെട്ടത് സ്വന്തം അമ്മയ്ക്കും അച്ഛനും മാത്രമാണ്, വേറായിരിക്കുമല്ല. നമ്മളൊക്കെ 2 പ്രാവശ്യം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറന്നു കഴിഞ്ഞു. പക്ഷെ അച്ഛനും അമ്മയ്ക്കും തീരെ നഷ്ടമാണ് ആ പൊന്നുമോൻ. അതുകൊണ്ട് ഇനി ആരെങ്കിലും ഇത്ര വൃത്തികൾ ചെയ്യുവാണെങ്കിൽ ആലോചിക്കണം 100 വട്ടം.